ഇന്നത്തെ വീഡിയോയും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മളുടെ ഒരുപാട് അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനായിട്ട് ഈ ഒരു ഡ്രിങ്ക് നമ്മളെ സഹായിക്കും. ഫാറ്റി ലിവർ മാറാനും അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ഒന്ന് കുറയാനും രക്തസമ്മർദ്ദം കുറയാനും ഒക്കെ വളരെയധികം നല്ലതാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. നമ്മളുടെ ഹെൽത്ത് ഡ്രിങ്ക് നമുക്ക് റെഡിയാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് കുറച്ച് പാലൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളുടെ ഐസ് ട്രേയിൽ ഒഴിച്ച് നമുക്ക് വേഗത്തിൽ ക്യുക്കായിട്ട് നമുക്കൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണഗതിയിലാണെങ്കിൽ നമുക്ക് സാധാരണ നമ്മളുടെ പാൽ കവറുണ്ടല്ലോ, നമുക്ക് ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടും നമുക്കൊന്ന് കട്ടയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടയാക്കി എടുക്കുന്ന പാല് നമ്മളുടെ ആ ഒരു ഡ്രിങ്കിൽ ചേർക്കുമ്പോൾ വളരെയധികം ടേസ്റ്റാണ്. അതുപോലെ തന്നെ പാസ്ചറൈസ്ഡ് ആകുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിച്ചാറിയ പാല് നമുക്ക് ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ തിളപ്പിച്ചാറിയ പാൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ഞാനിവിടെ പാസ്ചറൈസ്ഡ് മിൽക്കാണ് എടുക്കുന്നത്. ഇതുപോലെ ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് വേഗം നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാവേ. നമ്മളുടെ പാലിവിടെ നന്നായിട്ട് ഫ്രീസാകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ബീട്രൂട്ടാണ് നമ്മളുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്. ബീട്രൂട്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും കേട്ടോ. അപ്പം ക്വിക്ക് ഐസിൻ്റെ ആ ഒരു ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഫാസ്റ്റ് ഐസായിട്ട് നമുക്കപ്പോൾ ഒരു 10-20 മിനിറ്റിനുള്ളിൽ നമുക്ക് ഐസ് കട്ടയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ബീട്രൂട്ടാണ്. വാടിയ ബീട്രൂട്ട് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ബീട്രൂട്ടിൻ്റെ ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ബീട്രൂട്ടിൻ്റെ കുറച്ച് നല്ലൊരു ലിപ് ബാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ നല്ലതാണ് കേട്ടോ. അത് ഒരുപാട് നമുക്ക് ലാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ ലിപ്സിൻ്റെ കളറൊക്കെ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ട് നല്ലതാണ്. ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നാച്ചുറലായിട്ടുള്ളൊരു മെത്തേഡിലൂടെയാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. വളരെ നല്ലൊരു ഹോം റെമഡിയാണ്. നമ്മളുടെ ലിപ്സിന് വളരെയധികം നന്നായിട്ടുണ്ട് ഈ ബീട്രൂട്ടിൻ്റെ ലിപ് ബാം. അപ്പോൾ തയ്യാറാക്കി നോക്കുക. നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ലിപ്സ്റ്റിക്കൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം നല്ലതാണ്. കാരണം ലിപ്സ്റ്റിക്ക് എത്രയാണെങ്കിലും കെമിക്കൽ അടങ്ങിയിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. ആ ഒരു സമയത്ത് ആ കെമിക്കലിൻ്റെ ഉപയോഗത്തിൽ നിന്ന് വരുന്ന ദൂഷ്യങ്ങളൊക്കെ ലിപ്സിൽ നിന്നൊന്ന് മാറ്റാനായിട്ട് നമ്മളുടെ ഈ ഒരു നാച്ചുറലായിട്ടുള്ളൊരു ബീട്രൂട്ട് ലിപ് ബാം നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് നമ്മളുടെ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കഷ്ണമായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ബീട്രൂട്ടിൻ്റെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ അതിൻ്റെ നീര്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ പിഴിഞ്ഞെടുക്കുമായിരിക്കും നല്ലത്. കാരണം ഇതിൻ്റെ ആ ഒരു തരിതരിപ്പ് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. മോൻ അങ്ങനെയാണ് ഞാൻ കൊടുക്കാറുള്ളത്. അപ്പം അതുകൊണ്ട് അവൻ അതിൻ്റെ തരിതരിപ്പ് അത്ര ഇഷ്ടപ്പെടാറില്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പം അങ്ങനെ ഒന്ന് കൊടുക്കുമായിരിക്കും നല്ലത്. മുതിർന്നവർ കഴിക്കുമ്പം ഈ ഒരു രീതിയിൽ തന്നെ ഫോളോ ചെയ്താൽ മതിയാവും കേട്ടോ. നമ്മളുടെ കരളിനെ സംരക്ഷിക്കാൻ ബീട്രൂട്ട് ഒരുപാട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ചീരക്കറി അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ നമുക്ക് ഒരുപാട് കഴിക്കുന്നത് നല്ലതാണ്. ഇലക്കറികളിൽ ഏറ്റവും നല്ലത് ചീരക്കറിയാണ്. നമ്മളുടെ ആ ഒരു ബീറ്റാ കരോട്ടിനൊക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പം ഈ ഒരു നമ്മളുടെ ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവർ പോലും ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുവാണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഒരു ചൊവ്വയൊന്നും ബീട്രൂട്ടിൻ്റെ ആ ഒരു പച്ച ചൊവ്വയൊന്നും നമുക്ക് അനുഭവപ്പെടില്ല കേട്ടോ. അപ്പം ഞാനിവിടെ ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാവേ. ഇതിനകത്ത് നാച്ചുറലായിട്ടുള്ള ആ ഒരു ബീട്രൂട്ടിൻ്റെ മധുരം അല്ലാതെ ഞാൻ മധുരം ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ മധുരം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മധുരം ഒരിക്കലും നമുക്ക് ഹെൽത്തി അല്ല, പഞ്ചസാര. അതുകൊണ്ടാണ് ഞാൻ മധുരം സ്കിപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് നാരങ്ങ വേണമെങ്കിലും ചേർത്ത് ഉപയോഗിക്കാം കേട്ടോ. നാരങ്ങ ഉപ്പും ചേർത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ പാലൊഴിക്കാൻ പാടില്ല. ആ ഒരു സമയത്ത് നാരങ്ങ വെള്ളവും ഈ ഒരു ബീട്രൂട്ടും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഉപ്പ് ചേർത്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ പാൽ ഇതുപോലെ കട്ടയായിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് ഫ്രീസ് ആയിട്ടില്ല കേട്ടോ. കാരണം അത് കുടിക്കാൻ പാകത്തിനുള്ളൊരു തണുപ്പ് വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ഒത്തിരി കട്ടയാക്കിയിട്ടില്ല. ഇനി നമുക്ക് നമ്മളുടെ ബീട്രൂട്ടും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൂട്ടിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഏലക്ക ഉണ്ടല്ലോ, അതൊരു 1-2 ഏലക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതിയാകും. കാരണം അതിൻ്റെ ഏലക്കയുടെ ഫ്ലേവറും കൂടെ വരുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ആ ഏലക്ക ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ആ ഒരു ഏലക്കയുടെ തരിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് നേരം ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലാണ് നല്ലതായിട്ട് അതിൻ്റെ അരഞ്ഞ് പാകപ്പെട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കാണാനെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്.
അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണേ. ഡെയിലി നമുക്കിത് ഒരു ഗ്ലാസ്സൊക്കെ വെച്ച് കുടിക്കാവുന്നതാണ് കേട്ടോ. അതായത് ഒരു 240 ml ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡെയിലി കുടിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി മറ്റൊരു നല്ല ടിപ്പുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.